മലയാളിയിലേക്ക് സ്വാഗതം. രാജ്യത്തിപ്പോൾ വിഷയമായിരിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കണ്ടെത്തിയതാണ്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലും സ്വർണ്ണക്കള്ളക്കടത്ത് തകൃതിയായി തന്നെ നടക്കുന്നു. എന്നാൽ ഇതൊരിക്കലും നിലയ്ക്കണമെങ്കിൽ ഇന്ന കാര്യം ചെയ്യണമെന്ന വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് അറ്റ്ലസ് രാമചന്ദ്രൻ. അത് ഇങ്ങനെയാണ്: സ്വർണ്ണക്കടത്ത് നിലയ്ക്കണമെങ്കിൽ രാജ്യാന്തര നിലവാരത്തിൽ സ്വർണ്ണവില കണക്കാക്കുന്ന സംവിധാനം വരേണ്ടി വരുമെന്ന് അറ്റ്ലസ് രാമചന്ദ്രൻ പറയുന്നു. ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് ഒരു കാലത്തും പൂർണ്ണമായി നിലച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറയുകയാണ്. സിംഗപ്പൂർ, UAE എന്നിവിടങ്ങളിൽ നിന്ന് 1970കളിലാണ് ഇന്ത്യയിലേക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് വ്യാപകമായത്. പിന്നീട് ഹാജി മസ്താന്റെ നേതൃത്വത്തിൽ മുംബൈ കേന്ദ്രീകരിച്ചും സംഘം സജീവമായി. പിന്നീട് മലയാളികൾ ഈ രംഗത്തേക്ക് വന്നുവെന്നും അദ്ദേഹം പറയുകയാണ്. അതായത് 1990കളിൽ കേരളത്തിലേക്ക് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ കോടികളുടെ സ്വർണം കടത്തിയതിന് പിന്നിൽ രാഷ്ട്രീയക്കാർക്ക് ബന്ധമുണ്ടോ എന്ന് പറയാൻ താൻ ആളല്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. UAE-യിൽ മൂല്യവർദ്ധിത നികുതി, അതായത് VAT മാത്രമേ നിലവിൽ ഈടാക്കുന്നുള്ളൂ. എന്നാൽ തനി തങ്കത്തിന്, അതായത് സ്വർണ്ണക്കട്ടിക്ക് ഇതും ബാധകമല്ല. സ്വർണ്ണാഭരണങ്ങൾക്ക് മാത്രമേ VAT നൽകേണ്ടതുള്ളൂ. ഇന്ത്യയിലാണെങ്കിൽ 12% ഇറക്കുമതി ഡ്യൂട്ടി നൽകണം. 1 കിലോ സ്വർണം UAE നിന്ന് വാങ്ങിക്കുമ്പോൾ നിലവിലെ നിലവാരമനുസരിച്ച് ഏതാണ്ട് 43 ലക്ഷം രൂപയാണ് വില നൽകേണ്ടത്. ഇത് ഇന്ത്യയിൽ എത്തിച്ചാൽ 49 ലക്ഷത്തോളം രൂപ കിട്ടും. ഈ സമയം കസ്റ്റംസിനെ വെട്ടിച്ചുകൊണ്ടുപോയാൽ, അതായത് കള്ളക്കടത്ത് നടത്തിയാൽ 7 ലക്ഷം രൂപ വരെ ലാഭം കിട്ടും. UAE-യിൽ നിന്ന് സ്വർണം അയക്കുന്നവരും അവിടെ സ്വീകരിക്കുന്നവരും വാങ്ങിക്കുന്നവരുമെല്ലാം കള്ളക്കടത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിലെ ആഭരണ നിർമ്മാണ മേഖലയിൽ മാത്രമാണ് സ്വർണം ആവശ്യമുള്ളത്. ജ്വല്ലറി രംഗത്ത് 40 വർഷത്തിലേറെ പരിചയ സമ്പത്തുള്ള രാമചന്ദ്രൻ പറയുകയാണ്. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് സ്വർണം കള്ളക്കടത്ത് അവസാനം ഉണ്ടാകാൻ കാരണമായേക്കാവുന്ന രാജ്യാന്തര നിലവാരത്തിൽ വില ഏർപ്പെടുത്താൻ തടസ്സം എന്താണെന്ന് അറിയില്ല. എങ്കിലും ചിലർ പറയുന്ന കാരണം ഇന്ത്യക്ക് ലഭിക്കേണ്ട നികുതി പണം ഇല്ലാതാകുമെന്നും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകാൻ സാധിക്കാതെ വരുമെന്നുമൊക്കെയാണ്. 1974-ൽ കുവൈറ്റിലെത്തിയ രാമചന്ദ്രൻ അവിടെ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. 1981-ൽ കുവൈറ്റിൽ അറ്റ്ലസ് ജ്വല്ലറിക്ക് തുടക്കമിട്ടു. പിന്നീട് ബിസിനസ് UAE-യിലേക്ക് വ്യാപിപ്പിക്കുകയും ഇവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്യുകയുണ്ടായത്. അത്തരത്തിൽ അനുഭവ സമ്പത്തിന്റെ പശ്ചാത്തലത്തിലാണ് അറ്റ്ലസ് രാമചന്ദ്രൻ ഇതൊക്കെ പറഞ്ഞത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.